സിനു, നമ്മുടെ പ്രേക്ഷകരും സിനുവും ഉൾപ്പെടെ ബഹുഭൂരിപക്ഷം ആളുകളും കാണാത്ത ഒരു അപൂർവ കാഴ്ച നമുക്ക് ഇന്ന് പ്രേക്ഷകരെ കാണിക്കാം. അത് ശബരിമല അയ്യപ്പസ്വാമിയുടെ ആദ്യത്തെ വിഗ്രഹമാണ്. അതായത് 1950 ശബരിമലയ്ക്ക് തീ വച്ച് വിഗ്രഹം തകർത്ത് ശിരസ് വെട്ടി, കൈ വെട്ടി, വിരലുകൾ വെട്ടി നശിപ്പിച്ച വിഗ്രഹമില്ലേ, ആ വിഗ്രഹം എങ്ങനെയിരുന്നു എന്ന് ഇന്നത്തെ തലമുറയിലുള്ള പല ആളുകളും കണ്ടിട്ടില്ല. കണ്ട ആളുകൾ പണ്ട് ശബരിമലയിൽ പോയപ്പോൾ, അന്നത്തെ 50 മുമ്പ് ശബരിമലയിൽ പോയപ്പോൾ കണ്ടിട്ടുള്ള ആളുകൾക്ക് ഇന്നിപ്പോൾ ഒരു 75 വയസ്സുണ്ടാവും. അതെ, അവരും ഈ വിഗ്രഹം നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഇനി ഒരിക്കലും കാണാനും കഴിയില്ല. ആ വിഗ്രഹത്തിന് എന്തു പറ്റി എന്നുള്ളത് ഒരു മരീചികയോ ഒരു സമസ്യയോ പോലെ നിൽക്കുകയാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഈ സംഭാഷണത്തിൻ്റെ അവസാനം പറയാം. ഏതായാലും അന്നത്തെ വിഗ്രഹം എങ്ങനെ ഇരുന്നു എന്ന് ചോദിച്ചാൽ ദാ ഈ കാണുന്നതാണ്. പ്രേക്ഷകരെ കാണിക്കാം നമുക്ക്. അപ്പോൾ ഈ ചിത്രം നമ്മൾ ഈ സംഭാഷണത്തിൻ്റെ ഇടയ്ക്ക് ഉടനീളം നമുക്ക് ഈ വിഗ്രഹത്തിൻ്റെ ചിത്രം കാണിക്കണം. ഈ ചിത്രം 1950 ശബരിമല ആക്രമിക്കപ്പെട്ട് ഭഗവാന്റെ വിഗ്രഹം തകർക്കപ്പെട്ടതിന് ശേഷം മലയാള രാജ്യം എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൽ അച്ചടിച്ചു വന്നതാണ്. അപ്പോൾ വിഗ്രഹം മണ്ഡലകാലം കഴിഞ്ഞ് നടയടച്ച് എല്ലാവരും പോകുന്നതിന് ശേഷമാണ് ശബരിമലയ്ക്ക് തീ വെച്ച് വിഗ്രഹം നശിപ്പിച്ചത്. അതിനുശേഷം പിന്നീട് നട തുറക്കുന്ന സമയത്ത് മേൽശാന്തി അവിടെ എത്തിയപ്പോഴാണ് തകർന്നു കിടക്കുന്ന വിഗ്രഹം കത്തിയ ക്ഷേത്രവും കാണുന്നത്. തകർന്ന ഹൃദയത്തോടെ നിലവിളിയോടെ അന്നത്തെ മേൽശാന്തി ആയ ആള് താഴത്തേക്ക് വിളിച്ച് അറിയിക്കുമ്പോൾ, ഫോണൊന്നുമില്ല, ആളുകളെ പറഞ്ഞു വിട്ടുമൊക്കെ അറിയിക്കുമ്പോഴാണ് ലോകത്തിൻ്റെ ഈശ്വരനായ ഭൂതനാഥൻ്റെ ക്ഷേത്രവും വിഗ്രഹവും തകർക്കപ്പെട്ട വിവരം നമ്മളെല്ലാം അറിയുന്നത്. പിന്നീട് ഈ വിഗ്രഹം വീണ്ടെടുത്തു. അത് ശുദ്ധികലശം നടത്തി ചെമ്പ് കമ്പി കൊണ്ട് ഈ മുറിച്ചു മാറ്റപ്പെട്ട ശിരസ്, പിന്നെ അവയവങ്ങൾ, വിരലുകളും കൈയും ഒക്കെ കൂട്ടിച്ചേർത്തു. അങ്ങനെ കൂട്ടിച്ചേർത്ത് റീസെറ്റ് ചെയ്ത വിഗ്രഹത്തിൻ്റെ ചിത്രമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കണം, നമ്മളെ കാണിക്കണ്ട. കുറച്ച് നേരത്തേക്ക് നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നോക്കൂ, ഈ വിഗ്രഹത്തിൻ്റെ ചിത്രത്തിലേക്ക് നോക്കണം. അവിടെ എങ്ങനെയാണ് ഇരിക്കുന്നത്? നമ്മൾ പറയുന്നത് ഭഗവാൻ സമാധിഭാവത്തിൽ ധ്യാനത്തിലിരിക്കുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ ധ്യാനത്തിലിരിക്കുന്ന ഒരാളുടെ കണ്ണുകൾ എങ്ങനെയായിരിക്കും? അടഞ്ഞിരിക്കും അല്ലേ? അതെ. ഇപ്പോൾ ഉള്ള അയ്യപ്പസ്വാമിയുടെ വിഗ്രഹത്തിൻ്റെ ചിത്രം നോക്കൂ, നമുക്കതൊന്ന് കാണിക്കാം. അതും ഈ ചിത്രവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇത് രണ്ട് ചിത്രങ്ങളും നമുക്ക് ഫ്രെയിമിൽ ഒന്ന് കാണിക്കാൻ നമ്മുടെ വീഡിയോ എഡിറ്റർമാരോട് പറയാം. രണ്ട് ചിത്രങ്ങളും ഒരേ ഫ്രെയിമിൽ കാണിക്കട്ടെ. ഒന്നാമത്തെ ചിത്രം, അതായത് തകർക്കപ്പെട്ട ചിത്രത്തിൽ ഭഗവാന്റെ കണ്ണുകൾ തുറന്നാണിരിക്കുന്നത്. അപ്പോൾ ധ്യാനത്തിൽ കണ്ണുകളടച്ച് ധ്യാനത്തിൽ ഇരിക്കുന്നു എന്ന സങ്കല്പമാണ് നമുക്ക് ഇന്നുള്ളതെങ്കിൽ 1950 തകർക്കപ്പെട്ട് തീ വെക്കുന്നത് വരെ ഉണ്ടായിരുന്ന അയ്യപ്പസ്വാമിയുടെ വിഗ്രഹത്തിലെ കണ്ണുകൾ തുറന്നാണിരിക്കുന്നത്. മലയാള രാജ്യം പ്രസിദ്ധീകരിച്ച അതിന് താഴെ അടിക്കുറിപ്പ് വരെയുണ്ട്. മലയാള രാജ്യത്തിൽ പറയുന്നു, ഇത് അക്രമികൾ തകർത്ത വിഗ്രഹമാണ്, അത് വെള്ളി നൂലുകൾ കൊണ്ട് ആ അവയവങ്ങളെല്ലാം വിളക്കിച്ചേർത്ത് അല്ലെങ്കിൽ കെട്ടിയതിന് ശേഷമുള്ള ചിത്രമാണ് എന്ന് പറഞ്ഞാണ്, ഈ അടിക്കുറിപ്പ് സഹിതമാണ് മലയാള രാജ്യം ഈ ചിത്രം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, അയ്യപ്പൻ്റെ മുഖം ഒരു ബാലമുഖമാണ്. അപ്പം കണ്ണുകൾ അടഞ്ഞല്ല, തുറന്നിരിക്കുന്നു. ഇനി നോക്കൂ, ഭഗവാൻ ഇരിക്കുന്ന പീഠം നോക്കൂ, പീഠത്തിൻ്റെ ആകൃതി ചതുരത്തിലുള്ളൊരു പീഠത്തിലാണ് തീ വെച്ച് തകർക്കപ്പെട്ട ക്ഷേത്രത്തിലുണ്ടായിരുന്ന തകർന്ന വിഗ്രഹം കൂട്ടിച്ചേർന്നപ്പോൾ ഇരിക്കുന്നത്. പീഠം ചതുരത്തിലാണ്, ഇപ്പോഴോ പീഠം വൃത്താകൃതിയിലാണ്. അതെ. അപ്പോൾ തീവെപ്പിന് ശേഷം, തകർക്കപ്പെട്ടതിന് ശേഷം പുനർനിർമ്മിച്ച വിഗ്രഹത്തിന് വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭഗവാന്റെ കൈയുടെ മുദ്ര നോക്കണം. അഭയമുദ്രയാണ് അന്ന് പഴയ വിഗ്രഹത്തിൽ. ഇപ്പോഴുള്ളത് ചിന്മുദ്രയാണ്. ശ്രദ്ധിച്ചില്ലേ? ചിത്രം ശ്രദ്ധിക്കണം. ഈ രണ്ട് മുദ്രകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ 1950 തകർക്കപ്പെട്ട ഈ വിഗ്രഹം എന്ന് സ്ഥാപിച്ചതെന്നറിയില്ല. കൃഷ്ണശിലയിൽ ഉണ്ടാക്കിയ വിഗ്രഹമാണെന്ന് പറയുന്നു. ഒരുപക്ഷെ ആ വിഗ്രഹത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിൽ
ശബരിമലയിൽ അയ്യപ്പനും ശാസ്താവും രണ്ടാണല്ലോ. അതെ. ശബരിമലയിൽ ഉണ്ടായിരുന്നത് ശാസ്താവിൻ്റെ വിഗ്രഹമാണ്. മണികണ്ഠൻ എന്ന് പറയുന്ന പന്തളത്ത് രാജകുമാരനായ അയ്യപ്പസ്വാമി ശബരിമലയിലെത്തി അയ്യപ്പൻ ശാസ്താവിൽ വിലയം പ്രാപിച്ചത് ഈ പറയുന്ന മൂലവിഗ്രഹത്തിലാണെങ്കിൽ അത് ഇന്ന് നമ്മൾ ആരാധിക്കുന്ന വിഗ്രഹവുമായി വലിയ വ്യത്യാസമുണ്ട് എന്നാണ് ഈ ചിത്രം സൂചിപ്പിക്കുന്നത്. ഈ മലയാള രാജ്യത്തിലെ ചിത്രം ആധികാരികമാണെന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് നമ്മളിത് പറയുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ അത് വേറെ വിഷയമാണ്. പക്ഷേ ഇത് ആധികാരികമല്ല എന്നതിന് തെളിവുകളൊന്നും ലഭ്യമല്ല. ഇത് ശബരിമലയിൽ 1950 വരെ ഉണ്ടായിരുന്ന വിഗ്രഹത്തിൻ്റെ ലഭ്യമായ ചിത്രമാണ്. ഇതിനെ തർക്കിക്കുന്ന അതല്ല വേറെ ചിത്രമൊന്നും നമ്മൾ അന്വേഷിച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണെങ്കിൽ പ്രകടമായ വ്യത്യാസമുണ്ട്. ഇനി നമുക്ക് നോക്കാം, ഈ കിരീടം നോക്കൂ. 2 ചിത്രങ്ങളിലും കിരീടം നോക്കൂ. 2 ചിത്രങ്ങളും ഫ്രെയിമിൽ വരട്ടെ. കിരീടത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, വേണമെങ്കിൽ പുതിയ വിഗ്രഹം നിർമ്മിക്കുമ്പോൾ പഴയ വിഗ്രഹം വെച്ചിട്ട് തത്തുല്യമായിട്ടുണ്ടാക്കാമായിരുന്നു. പക്ഷേ അതിനുള്ള അവസരം ഉണ്ടായില്ല. ഈ പുതിയ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത് ചെങ്ങന്നൂർ തട്ടാമല നീലകണ്ഠ പണിക്കരും അദ്ദേഹത്തിൻ്റെ അനുജൻ അയ്യപ്പ പണിക്കരും ഉണ്ടാക്കിയ വിഗ്രഹമാണ് ഇപ്പോൾ ശബരിമലയിലിരിക്കുന്ന പഞ്ചലോഹത്തിൽ നിർമ്മിച്ചത്. അവർക്ക് വിഗ്രഹം ഉണ്ടാക്കാൻ ഒരു മാതൃക വേണമായിരുന്നു. ആ മാതൃക അന്വേഷിച്ച് ഇവർ ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. ദേവസ്വം ബോർഡും അന്വേഷിച്ചപ്പോൾ തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലെ പൂജാമുറിയിൽ ഒരു ചെറിയ വിഗ്രഹം ഉണ്ടായിരുന്നു. ആ വിഗ്രഹത്തിൻ്റെ മാതൃകയിൽ ഇപ്പോഴത്തെ വിഗ്രഹം ഉണ്ടാക്കി എന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ മലയാള രാജ്യത്തിൽ പ്രസിദ്ധീകരിച്ച കേടുപാടുകൾ വന്നത് വെള്ളിക്കമ്പി കൊണ്ട് കെട്ടിയ ഈ വിഗ്രഹം, അതായത് ആദ്യകാലത്ത് 1950 മെയ് മാസത്തിലോ ജൂൺ മാസത്തിലോ, കൃത്യ തീയതി അറിയില്ല, എന്നാണ് തീവച്ചതെന്ന്. ആ സമയം വരെ ഉണ്ടായിരുന്ന വിഗ്രഹം ഇതുപോലെ മലയാള രാജ്യം പ്രസിദ്ധീകരിച്ച ചിത്രം പോലെ പുനർനിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഗ്രഹം നോക്കി ഉണ്ടാക്കാമായിരുന്നല്ലോ. അപ്പോൾ ശില്പികൾ നീലകണ്ഠ പണിക്കരും അയ്യപ്പ പണിക്കരും ചേർന്ന് പുതിയ വിഗ്രഹം ഉണ്ടാക്കുമ്പോൾ ഈ വിഗ്രഹം മാതൃകയാക്കാൻ കിട്ടിയില്ലേ? പഴയ വിഗ്രഹം അത് വേണ്ട, അത് വെച്ചുണ്ടാക്കാമായിരുന്നല്ലോ. അതെന്തുകൊണ്ടാണെന്നതിൻ്റെ ഉത്തരം എൻ്റെ പക്കലില്ല. ഇത് പറയേണ്ടത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിൻ്റെ രേഖകളാണ്, അല്ലെങ്കിൽ ഈ ചെങ്ങന്നൂർ തട്ടാമല നീലകണ്ഠ പണിക്കരുടെയും അയ്യപ്പ പണിക്കരുടെയും കുടുംബത്തിലെ ഇപ്പോഴത്തെ തലമുറക്കാരുടെ പറയേണ്ടത്. അപ്പോൾ ഇതിനിടയ്ക്ക് വേറൊരു വെർഷൻ പറഞ്ഞു കേൾക്കുന്നത്, അതായത് ഈ പഴയ വിഗ്രഹം, അതായത് തകർക്കപ്പെട്ട വിഗ്രഹം, കൃഷ്ണശിലയിലുണ്ടായിരുന്ന വിഗ്രഹം കാർവ് ചെയ്തൊരു മണിയാക്കി മാറ്റി എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതാദ്യമായി പറയുന്നത് രാമേന്ദ്രൻ സാറും ഞാനും തമ്മിലുള്ള സംഭാഷണത്തിൽ രാമേന്ദ്രൻ സാറാണ് പറയുന്നത്. അപ്പോൾ നമ്മളത് ആവർത്തിച്ചു. അപ്പോൾ അത് സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പലരും വിളിക്കുന്നുണ്ട്. എന്നെ VHPയുടെ കേരള സംസ്ഥാന അധ്യക്ഷനായ പ്രിയപ്പെട്ട വിജി തമ്പിച്ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, സുനിലെ അത് തെറ്റാണ്, ആ വിഗ്രഹം ഭസ്മക്കുളത്തിൽ കളഞ്ഞു എന്നാണ് പറയുന്നത്, ഭസ്മക്കുളത്തിൽ നിക്ഷേപിച്ചു എന്നാണ് പറയപ്പെടുന്നതെന്ന് പറഞ്ഞു. അതൊരു വെർഷൻ. മറ്റൊരു വെർഷൻ എന്ന് പറയുന്നത് ഗൂഗിളിലൊക്കെ നോക്കിയാൽ കാണുന്നുണ്ട്, അത് കാർവ് ചെയ്തു. അപ്പോൾ ചിലർ ചോദിക്കുന്നു, ശില എങ്ങനെ, വിഗ്രഹം ശിലയല്ലേ, കല്ലെങ്ങനെ മണിയാക്കി മാറ്റാൻ പറ്റും? മണിയാക്കി മാറ്റാൻ പറ്റും. അത് നമ്മൾ വലിയ ഭീമാകാരമായ മണി എന്ന് സങ്കല്പിക്കുമ്പോഴാണ് പ്രശ്നം. അത് കാർവ് ചെയ്തെടുത്ത് ഒരു ചെറിയ മണി ഉണ്ടാക്കാം. ആ മണിയാണ് അവിടെ ഉള്ളത് എന്ന് പറയുന്നു. ഇന്നലെ നമ്മളൊരു വീഡിയോയിൽ നമ്മൾ പറയുണ്ടായി, ശബരിമലയിലെ കല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു മണിയുടെ പ്രാധാന്യം അറിയാമോ? ആ മണി ഇപ്പോൾ അവിടെ ഉണ്ടോ എന്ന് ഒരാൾ ചോദിച്ച ചോദ്യം നമ്മൾ ഇന്നലെ നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു. തൃശ്ശൂർ പൂങ്കുന്നം സ്വദേശിയായ കാടാമ്പുഴ കാർത്തികേയൻ കുറച്ച് സംശയങ്ങൾ ശബരിമലയിലെ വാജിവാഹനം, കൊടിമരം ഒക്കെയായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നു. അതിൽ കാടാമ്പുഴ കാർത്തികേയനാണ് ഈ ചോദ്യം, പ്രസക്തമായ ചോദ്യം ചോദിച്ചത്. ഈ ശിലയിൽ ഉണ്ടാക്കിയ ഈ മണിയുടെ പ്രത്യേകത അറിയാമോ? ആ മണി ഇപ്പോൾ സന്നിധാനത്തുണ്ടോ എന്ന് ചോദിച്ചു. അത് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ആ മണി എന്ന് പറയുന്നത് അയ്യപ്പൻ്റെ നമ്മളിപ്പോൾ ചിത്രത്തിൽ കാണിച്ച ആദ്യത്തെ വിഗ്രഹം കാർവ് ചെയ്തുണ്ടാക്കിയ മണിയാണെന്നുള്ള സങ്കല്പത്തിലാണ് കാടാമ്പുഴ ഈ ചോദ്യം ചോദിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ചിത്രത്തിൽ 2 ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ആദ്യത്തെ വിഗ്രഹവും ഇപ്പോഴത്തെ വിഗ്രഹവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അടിസ്ഥാനപരമായി അഭയമുദ്ര, ചിന്മുദ്ര അല്ലേ, അതെ, പീഠത്തിൻ്റെ കാര്യത്തിൽ ധ്യാനത്തിലല്ലാത്ത കണ്ണു തുറന്ന രൂപം, ഇങ്ങനെ 2 വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ ഈ പുതിയ വിഗ്രഹം ഉണ്ടാക്കിയ ആളുകൾക്ക് അവിടെ ഉണ്ടായിരുന്ന പഴയ വിഗ്രഹം എന്താണെന്നുള്ള കൃത്യമായ ധാരണ ഉണ്ടായിരുന്നില്ല.
ആരും പറഞ്ഞു കൊടുത്തില്ല. അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജകൊട്ടാരത്തിൽ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന വിഗ്രഹം അവർ മാതൃക ആക്കിയിട്ടില്ല. അതുമല്ലെങ്കിൽ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് കിട്ടിയ വിഗ്രഹം മോഡലായി കിട്ടിയ വിഗ്രഹം ശബരിമലയിൽ ഉണ്ടായിരുന്ന പഴയ വിഗ്രഹത്തിൻ്റെ തൽ രൂപമായിരിക്കില്ല. ഏതായാലും വ്യത്യാസം വന്നിട്ടുണ്ട്. ഏതായാലും വ്യത്യാസം വന്നത് എന്താവട്ടെ, ഭഗവാനെ ഏത് രൂപത്തിലിരുന്നാലും ഭഗവാന്റെ ചൈതന്യമാണ് പ്രധാനം, അല്ലേ, വിഗ്രഹമല്ല. അപ്പോൾ ഇതൊക്കെ വലിയ പ്രശ്നമാണ് എന്ന് ഞാൻ പറയുകയല്ല. പക്ഷെ ഇങ്ങനൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം അത് ഈ ഭാവത്തിലുണ്ടാകുന്ന വ്യത്യാസമൊക്കെ ഗുരുതരമാണോ ഇല്ലയോ എന്നൊക്കെ പറയാനുള്ള ആധികാരികമായ ജ്ഞാനമൊന്നും എനിക്കില്ല. അപ്പം നമ്മളിത് കണ്ടത് പറയുന്നു. അപ്പോൾ ഇങ്ങനെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഏതായാലും ഭഗവാൻ അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു വിഗ്രഹത്തിൽ മാത്രം കുടികൊള്ളുന്നതല്ല. എത്ര ഭഗവാന്റെ ക്ഷേത്രം കത്തിച്ചാലും ഭഗവാന്റെ വിഗ്രഹങ്ങൾ തച്ചുടച്ചാലും അത് അനാദികാലം ഭഗവാന്റെ പരബ്രഹ്മത്തിൻ്റെ ചൈതന്യം ഈ ലോകത്തുണ്ടാവും. അതിനെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഇനി നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇത് വീണ്ടും ഈ ചിത്രം എൻ്റെ പക്കൽ കിട്ടിയത് കൊണ്ടാണ് ഇത് പ്രേക്ഷകരെ കാണിക്കാനും, പിന്നെ പ്രേക്ഷകർക്കൊരു മഹാഭാഗ്യമാണ് ആ ഭഗവാന്റെ പഴയ വിഗ്രഹം എന്താണെന്ന് കാണാനും അതിനെ ഒന്ന് നമസ്കരിക്കാനും വന്ദിക്കാനും ഒരവസരം കിട്ടുന്നത് മഹാഭാഗ്യമാണ്. കാരണം ആ വിഗ്രഹം ഇനി ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. അതിലാണ് പന്തളത്ത് രാജകുമാരനായ അയ്യപ്പസ്വാമി വന്ന് വിലയം പ്രാപിച്ച ആ വിഗ്രഹമാണെങ്കിൽ അതിൻ്റെ മൂല്യം, ആ ചിത്രം പോലും നമുക്ക് വലിയ അനുഗ്രഹമാണ്. അതിൻ്റെ മുന്നിൽ നമുക്ക് സാഷ്ടാംഗം നമസ്കരിക്കാം. ഒപ്പം മറ്റൊന്നുകൂടെ പറയണം, പറയാതെ തരമില്ല. 50-ൽ ഈ ശബരിമല തീവയ്പ് ഉണ്ടായതിനു ശേഷം അന്ന് DIG സ്പെഷ്യൽ ബ്രാഞ്ച് CID DIG ആയിരുന്ന കേശവ മേനോനെ അന്വേഷിക്കാനായിട്ട് വിട്ടു, നിയമിച്ചു. പ്രത്യേക ഡ്യൂട്ടിയിൽ, സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ നിയമിച്ചു. അദ്ദേഹം 38 പേജുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ശബരിമലയ്ക്ക് തീ വച്ചതാണ്. തീ വെക്കാനുള്ള കാരണം ഒരു ഹൈന്ദവ ക്ഷേത്രത്തിലേക്ക് വലിയ തോതിൽ ആളുകൾ പോകുന്നതിൽ അസഹിഷ്ണുക്കളായ ക്രൈസ്തവരായ ചില ആളുകളാണ്. അതിനകത്ത് കാഞ്ഞിരപ്പള്ളിയിലുള്ള കരിമ്പനാൽ കുടുംബത്തിൻ്റെ കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കരിമ്പനാൽ കുടുംബം ഉൾപ്പെടെയുള്ളവരുടെ പേര്. അപ്പോൾ പിന്നെ കാഞ്ഞിരപ്പള്ളിയിലെ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർക്ക് അറിവോ അവരുടെ സമ്മതമോ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും വന്നിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒരു പുണ്യാളൻ്റെ വിഗ്രഹം, രൂപക്കൂട് പലയിടത്തുമുണ്ട്. അതിൽ ഒരു സാത്താൻ, മുതല രൂപത്തിലുള്ള സാത്താനെ കുത്തിപ്പിടിച്ച് നിൽക്കുന്ന പുണ്യാളൻ്റെ രൂപമാണ്. അതിൻ്റെ മുന്നിൽ നിന്ന് മദ്യപിച്ചിട്ട് മത്തായി പറയുന്നൊരു കാര്യമുണ്ട്, ഒരു തമാശ നമ്മൾ കേട്ടിട്ടുണ്ട്. നീ ഇവിടെ പാമ്പിനെ കുത്തിപ്പിടിച്ചിരുന്നോ, കാട്ടിക്കിടക്കുന്ന ചെറുക്കൻ കാശുണ്ടാക്കുന്നത് കണ്ടോ എന്നൊരു ഫലിതം കേരളത്തിലുണ്ട്. അടിച്ച് ഫിറ്റായിട്ട് മത്തായി പറയുന്നത്. പക്ഷെ അതൊരു ഫലിതമല്ല സിനു. കാരണം നിങ്ങൾ എല്ലാ തെരുവോരങ്ങളിലും ജംഗ്ഷനിലും ഈ തിരുരൂപം ഉണ്ടാക്കി വെച്ചോ, പക്ഷെ കാട്ടിക്കിടക്കുന്നവൻ കാശുണ്ടാക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു അസൂയയുടെ ഒരു അംശമുണ്ട്, ഇല്ലേ? നീ നിന്നെ കൊണ്ട് ഇത് പണ്ടേ വർക്ക് ചെയ്തിരുന്നൊരു സാധനമാണ്. അപ്പം നിരുപദ്രവകരമായ അല്ല, നിരുപദ്രവകരം. അത് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കൂ. അതിനകത്ത് ഒരു ഗ്രഡ്ജിൻ്റെ, ഒരു അസൂയയുടെ എലമെൻ്റ് ഉണ്ട്. നീ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുന്നോ, നിനക്കിതേ പറ്റത്തുള്ളൂ, കാട്ടിക്കിടക്കുന്നവൻ കാശുണ്ടാക്കുന്നു എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് തമാശയായിട്ട് തോന്നുമ്പോൾ അതിനകത്തൊരു വലിയ ഒരു മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു താല്പര്യം അതിനകത്തുണ്ട്. മാത്രമല്ല നിലയ്ക്കൽ ഒരു കുരിശ് വന്ന കഥ ഓർക്കുന്നില്ലേ? കേരളത്തിൽ ഒരിക്കലും വന്നിട്ടില്ലാത്ത ഒരു അസംബന്ധമാണ് സെൻറ്റ് തോമസിൻ്റെ കേരള സന്ദർശനം. സഭ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ സഭയ്ക്ക് മാറ്റി പറയേണ്ടി വന്നു ചിലരുടെ പ്രശ്നമുണ്ട്. കാരണം ഇവിടെ കേരളത്തിൽ ഇന്ത്യയിൽ കെട്ടിപ്പടുത്തിട്ടുള്ള പലതും മൈലാപ്പൂരിൽ അടക്കിയിട്ടുള്ളത് സെൻറ്റ് തോമസിനെയൊന്നും അല്ല. അത് സഭ തന്നെ സംഭവിച്ചിട്ട് പിൻവലിച്ചു. അങ്ങനെ കേരളത്തിൽ വന്നിട്ടില്ലാത്ത സെൻറ്റ് തോമസ് നിലയ്ക്കൽ കുരിശ് സ്ഥാപിച്ചു എന്ന് പറഞ്ഞ് അയ്യപ്പൻ്റെ പൂങ്കാവനത്തിൽ കുരിശ് വെക്കാൻ ശ്രമം നടന്നിട്ടുണ്ട്. എന്നിട്ട് ആ പോകുന്ന വഴിക്കൊരു പള്ളി ഉണ്ടാക്കുന്നതിൽ അവർ വിജയിക്കുകയും ചെയ്തു, അല്ലേ? കുരിശൊക്കെ എടുത്ത് കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ കുമ്മനം രാജേട്ടൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയ വലിയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ആ കയ്യേറ്റം, പുണ്യഭൂമി കയ്യേറാനുള്ള ഒരു നീക്കത്തെ കേരളത്തിലെ ഹൈന്ദവ സമൂഹം ചെറുത്തു തോൽപ്പിച്ചുവെങ്കിലും അതിൻ്റെയൊക്കെ പിന്നിലുള്ളൊരു ഗ്രാൻഡ് ഡിസൈനുണ്ട്. അതാണ് ശബരിമലയുടെ തീവയ്പ്പിലേക്ക് എത്തിയത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്ത്രിയെ സംബന്ധിച്ച ചില വിവരങ്ങൾ നമ്മൾ സംസാരിച്ചു ഒക്കെ പറയുമ്പോൾ എന്നെ വിളിച്ച് സംസാരിച്ച കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എൻ്റെ ഫോണിൽ ഇടതടവില്ലാത്ത കോളുകൾ വരുന്നുണ്ട്. അത് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ചിലരൊക്കെ എന്നോട് പറയുന്നു, ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ ശത്രുക്കളുടെ കയ്യിലേക്ക് ആയുധം കൊടുക്കുകയല്ലേ എന്ന്. അങ്ങനെ നമ്മുടെ ശത്രുക്കളുടെ കയ്യിലേക്ക് ആയുധം കിട്ടുമെന്ന് കരുതി നമ്മൾ മൗനത്തിലിരുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി നമ്മൾ തുറന്നു പറയണം. ഇനിയെങ്കിലും ഞാനിപ്പോഴും പറയുന്നു, 1950 മെയ് മാസത്തിലോ ജൂൺ മാസത്തിലോ കേരളത്തിലെ ഹിന്ദു ജനസമൂഹം ഏതാണ്ട് 70% ഉണ്ടായിരുന്ന
അക്കാലത്ത് ശബരിമലയ്ക്ക് തീ വെച്ച് വിഗ്രഹം തച്ച് തകർത്തിട്ട് ആ കേസിലെ പ്രതികളുടെ ഒരു രോമത്തിൽ പോലും പിടിക്കാൻ കഴിയാത്ത നാടാണ് കേരളം. അപ്പോൾ ഹിന്ദുക്കളുടെ എണ്ണം 45%, 50% ഒക്കെ ആയിട്ട് കുറഞ്ഞിരിക്കുന്ന കാലത്ത് ശബരിമലയ്ക്ക് വേണ്ടി ആര് ശബ്ദം ഉയർത്തും? അപ്പോൾ നമ്മൾ നിലവിലുള്ള നമ്മുടെ കണ്ഠനാളം പൊട്ടുമാറ് നമ്മുടെ ഈ പവിത്രമായ ഈ ദേവസന്നിധിയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഉറക്കെ സംസാരിക്കേണ്ടിയിരിക്കുന്നു. കൂട്ടത്തിൽ അതിന് ഈ ക്ഷേത്രത്തെയും ക്ഷേത്ര ചൈതന്യത്തെയും ഹിന്ദുവിൻ്റെ വിശ്വാസത്തെയും ഭക്തിയെയും ഒക്കെ കച്ചവടം ചെയ്യാനും കൊള്ളയടിക്കാനും തകർക്കാനും നിൽക്കുന്ന ഹിന്ദു നാമധാരികളുണ്ടെങ്കിൽ അവരെ എക്സ്പോസ് ചെയ്യുക തന്നെ വേണം. എങ്കിൽ മാത്രമേ ഹിന്ദുവിന് നാശം വരാൻ അറിയോ? മരത്തിന് നാശം കോടാലി കൈയാണെന്ന് പറയും അല്ലേ? കോടാലി മാത്രം ഉണ്ടെങ്കിൽ മരം മുറിക്കാൻ പറ്റുകയില്ല. അപ്പോൾ മരത്തിൻ്റെ ഒരു കൊമ്പ് വെട്ടി ഈ മഴുവിന് അല്ലെങ്കിൽ കോടാലിക്ക് ഒരു പിടിയിട്ട് കൊടുക്കുമ്പോഴാണ് മരം മുറിച്ച് മാറ്റാൻ പറ്റുക. ഇവിടെ ഹിന്ദുവിനെ നശിപ്പിക്കാനുള്ള കോടാലിക്കൈകളായി, മഴുവിൻ്റെ കൈകളായി പ്രവർത്തിക്കുന്ന ഹിന്ദുക്കളാണ്. അവർ കമ്മ്യൂണിസ്റ്റുകളാണ്, അവർ നിരീശ്വരവാദികളാണ്, അവർ കോൺഗ്രസ് ആണ്, അവർ മതേതരരാണ്. ഇവരെ തുറന്നു കാട്ടാതെ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഏതായാലും ഭഗവാൻ അയ്യപ്പൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. അയ്യപ്പൻ്റെ ഇതുവരെ കാണാത്ത ആ ചിത്രത്തിൻ്റെ മുന്നിൽ പ്രേക്ഷകർക്കൊപ്പം നമുക്കും ഒരു കുപ്പുകൈകളുടെ അല്പനേരം നിൽക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.